വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയിലൊക്കെ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം. ആദ്യമായിട്ട്, സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളമാണ് സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എന്താണ് കേരളത്തിന്റെ നഗര നയം എന്ന് പറയുന്നത്? നഗര വികസനം, കാലാവസ്ഥ പ്രതിരോധം, സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ലക്ഷ്യമിടുന്നതാണ് സമഗ്ര നഗര നയം എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്ര നഗര നയം രൂപീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനായിട്ട് ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം തന്നെയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനായിട്ട് ചികിത്സാ മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. രോഗകാരിയേത നെഗ്ലേറിയ ഫൗളേറിയാണ്. ഓക്കെ. കേരളത്തിന്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കേരളത്തിന്റെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സ്ഥാപിതമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സ്ഥാപിതമാകുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് കേരളത്തിലെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് പദ്ധതി സ്ഥാപിതമാകുന്നത്. സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് എവിടെയാണ്? സർക്കാർ മേഖലയിൽ ആദ്യമായിട്ട് ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് RCC തിരുവനന്തപുരം. RCC റീജിയണൽ ക്യാൻസർ സെന്റർ തിരുവനന്തപുരമാണ് സർക്കാർ മേഖലയിലെ ആദ്യമായിട്ട് ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത്. RCC തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ. നേപ്പാൾ സ്വദേശിയായിട്ടുള്ള 3 വയസ്സുകാരനാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് എന്ന കാര്യം കൂടെ ഓർക്കുക. പ്രവാസികൾക്കായിട്ട് സർക്കാർ തലത്തിൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം. പ്രവാസികൾക്കായിട്ട് സർക്കാർ മേഖലയിൽ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളമാണ്. ലോക കേരളം. ഓക്കെ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫ്രീന ലത്തീഫ്. ഖത്തറിൽ നിന്നുള്ള പ്രവാസി മലയാളിയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി വനിതയാണ് ആര്? സഫ്രീന ലത്തീഫ്. ഓർത്തു വയ്ക്കുക. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിക്കുന്നത് ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത്. സിയാൽ എന്നാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് എന്നാണ്. ഓക്കെ. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് സിയാൽ കൊച്ചി. രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ആരംഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ കടമക്കുടിയിലാണ് എന്ത്? ഹരിത ബോട്ട് കം മെഡിക്കൽ ഡിസ്പെൻസറി ആരംഭിക്കുന്ന സംസ്ഥാനം കടമക്കുടി കേരളം. ഓക്കെ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് എന്ത്? കേരളമാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. അവിടെ പഠന വിഷയങ്ങളായിട്ട് വരുന്നത് സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകൾ, ആക്ച്വേറ്ററുകൾ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നിവയൊക്കെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഓക്കെ. രാജ്യത്താദ്യമായിട്ട് സ്കൂളുകളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കിയ സംസ്ഥാനവും ഏതാണ്? കേരളം തന്നെയാണ്. അപ്പോൾ രാജ്യത്താദ്യമായിട്ട് സ്കൂളുകളിൽ തൊഴിൽ പഠനത്തിന് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നു കേരളത്തിൽ. ഇനി ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല. ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ മൃഗശാല കൂടെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശ്ശൂർ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ലയം ഹൗസിംഗ് പദ്ധതി നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ലയം ഹൗസിംഗ് പദ്ധതി
ലയം ഹൗസിംഗ് പദ്ധതി, തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പിലാക്കിയ ആദ്യ ജില്ലയാണ് ഇടുക്കി. ലയം ഹൗസിംഗ് സ്കീം നടപ്പിലാക്കുന്ന ആദ്യ ജില്ല ഇടുക്കിയാണ്. എന്താണ് ഈ ലയം ഹൗസിംഗ് പദ്ധതി? ലയങ്ങൾ നവീകരിക്കുകയും പുതിയ വീടുകൾ നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പദ്ധതിയാണ് ലയം ഹൗസിംഗ് പദ്ധതി. തോട്ടം തൊഴിലാളികൾക്കായുള്ള പദ്ധതിയാണ് എന്നുകൂടെ ഓർക്കുക. തോട്ടം തൊഴിലാളികൾക്കായുള്ള ലയം ഹൗസിംഗ് സ്കീം നടപ്പിലാക്കിയ ആദ്യ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇനി കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല, കേരളത്തിലെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ലയാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ല. സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര നിയോജക മണ്ഡലം ധർമ്മടം നിയോജക മണ്ഡലം. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ നിയോജക മണ്ഡലമാണ് ധർമ്മടം നിയോജക മണ്ഡലം. സംസ്ഥാനത്തെ ആദ്യ അതിദരിദ്ര മുക്ത നിയോജക മണ്ഡലം ഏതാണ്? ധർമ്മടം നിയോജക മണ്ഡലം. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണ്? ആറളം, കണ്ണൂർ ജില്ലയിലെ ആറളമാണ് കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്ച്വറി. കേരളത്തിലെ ആദ്യ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളം, കണ്ണൂർ. ആറളം, കണ്ണൂർ ജില്ല. സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. ഈ ജല ബജറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജല ബജറ്റിൽ ഉൾപ്പെടുന്നത് ജലലഭ്യത, ജല ഉപയോഗം, ജല ആസൂത്രണം എന്നിവയൊക്കെയാണ് ഈ ജല ബജറ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ ജില്ലാ ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല കണ്ണൂരാണ്. അതിൽ ഉൾപ്പെടുന്നത് ജലലഭ്യത, ജല ഉപയോഗം, ജല ആസൂത്രണം എന്നിവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് എന്ത്? കേരളം. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. ഇത് പ്രഖ്യാപിക്കുന്നത് 2025 ഓഗസ്റ്റ് മാസം 21 തീയതിയാണ് ഇതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഡിജി കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പദ്ധതി ഡിജി കേരള പദ്ധതിയാണ്. ഡിജി കേരള പദ്ധതി. ഇതിന്റെ പ്രഖ്യാപനം നടന്നത് ഓർത്തു വയ്ക്കുക. 2025 ഓഗസ്റ്റ് മാസം 21 ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കുന്നത്. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടയിലാണ്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി നിലവിൽ വന്നത്. ശാസ്താംകോട്ട, കൊല്ലം ജില്ല. സർക്കാർ സ്കൂളുകളിലെ ആദ്യ AI റോബോട്ടിക് ലാബ്, സർക്കാർ സ്കൂളുകളിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് വന്നത് പുറത്തൂർ ഗവൺമെന്റ് UPS മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് സർക്കാർ സ്കൂളുകളിലെ ആദ്യ AI റോബോട്ടിക് ലാബ് നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർബണിന്റെ ബഹിർഗമനം കുറയ്ക്കുക എന്നുള്ളത്, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുക എന്നുള്ളതൊക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന ഹരിത ബജറ്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കാർബൺ ബഹിർഗമനം കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുക എന്നുള്ളവയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഹൗസ് പേര് മേട എന്നാണ്. കാർബൺ ന്യൂട്രൽ ഹൗസിന്റെ പേര് മേട എന്നാണ്. സ്ഥലം വേങ്ങരിയാണ്. വേങ്ങരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഹൗസ് മേട സ്ഥിതി ചെയ്യുന്നത്. പദവി നൽകിയതാരാണ്? CWRDM ആണ് ഈ പദവി നൽകുന്നത്. എന്താണ് ഈ CWRDM? സെൻട്രൽ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ്. സെൻട്രൽ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളതാണ് CWRDMന്റെ ഫുൾ ഫോം. അപ്പോൾ കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഹൗസ് മേട, സ്ഥലം വേങ്ങരി. അയ്യപ്പൻ തീയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആരാണ്? അയ്യപ്പൻ തീയാട്ടിൽ എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപത്തിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആരാണ്? ആര്യാദേവിയാണ്. അയ്യപ്പൻ തീയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആര്യാദേവി. അയ്യപ്പൻ തീയാട്ട് കലാകാരനായിട്ടുള്ള തീയാടി രാമൻ നമ്പ്യാരുടെ മകളാണ് ആര്? ആര്യാദേവി എന്ന് പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ തീയാട്ട് എന്ന് പറയുന്ന അനുഷ്ഠാന കലാരൂപത്തിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത അയ്യപ്പൻ തീയാട്ട് കലാകാരനായിട്ടുള്ള തീയാടി രാമൻ നമ്പ്യാരുടെ മകളായ ആര്യാദേവിയാണ് അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത.
ഇനി ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സ്വദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ പേരാണ് കവച്. കവച് എന്താണ് കവച്? ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള സ്വദേശീയ സുരക്ഷാ സംവിധാനത്തിന്റെ പേര് കവച് എന്നാണ്. കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷ സ്ഥാപിക്കുന്നത് എവിടെയാണ്? എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ് കേരളത്തിൽ ആദ്യമായി കവച് സുരക്ഷാ സംവിധാനം സ്ഥാപിക്കുന്നത്. എറണാകുളം സൗത്ത് ടു ഷൊർണൂർ ജംഗ്ഷൻ വരെയാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് കൂടെയുണ്ട് കരുത്തേകാൻ. കൂടെയുണ്ട് കരുത്തേകാൻ. അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂല്യാധിഷ്ഠിത വ്യക്തിത്വ വികസനം ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കൂടെയുണ്ട് കരുത്തേകാൻ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാനായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. ഇനി അതിഥി തൊഴിലാളികളുടെ മക്കളെ സ്കൂളുകളിൽ എത്തിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പഠന പരിപാടിയാണ് ആയിയെ ഏക് സാത്ത് സീഖെ. ആയിയെ ഏക് സാത്ത് സീഖെ എന്നുള്ളതാണ് അതിഥി തൊഴിലാളികളുടെ മക്കളെ പൊതു സ്കൂളുകളിൽ എത്തിക്കാൻ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിൽ എത്തിക്കാനായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് ആയിയെ ഏക് സാത്ത് സീഖെ എന്നുള്ളതാണ്. ഇതിന്റെ ലക്ഷ്യം അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളതാണ് ആയിയെ ഏക് സാത്ത് സീഖെ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയുടെ പേരാണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം. വീട്ടിലേക്കൊരു പുസ്തകം. തിരഞ്ഞെടുക്കപ്പെട്ട 3000 ലൈബ്രറികളിലൂടെ 3 ലക്ഷം വീടുകളിലേക്ക് പുസ്തകങ്ങൾ എത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയുടെ പേരാണ് വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം എന്നുള്ളത്. ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് +2 നേടാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് സ്കോൾ കേരള. സ്കോൾ കേരള. ഓക്കെ, ഉപരിപഠനത്തിന് അർഹതയുണ്ട്, എന്നാൽ ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിച്ചില്ല. അവർക്ക് ഏത് പ്രായത്തിലായാലും ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ട് +2 നേടാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് സ്കോൾ കേരള എന്ന് പറയുന്നത്. എന്താണ് സ്കോള്? സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് സ്കോളിൻ്റെ ഫുൾ ഫോം. ഓക്കെ, പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലേക്ക് പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. വീട്ടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഓക്കെ, സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഇ ക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. ഇ ക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബാണ് സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം. ഇ ക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബിൻ്റെ തുടർച്ചയായിട്ട് വന്ന പദ്ധതിയാണെന്ത്? ഇ ക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. ഇ ക്യൂബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ലാബിൻ്റെ തുടർച്ചയാണ് ഇ ക്യൂബ് ഹിന്ദി ലാംഗ്വേജ് ലാബ്. അത് സ്കൂളുകളിൽ ഹിന്ദി പഠിപ്പിക്കാനായിട്ട് കൈറ്റ് അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമാണ് എന്ന കാര്യം ഓർക്കുക. ഇനി ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ സാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതിയാണ് കിനാവ് പദ്ധതി. കിനാവ് പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണ്. ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയിലെ സാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന സൈറ്റിൻ്റെ SIETയുടെ പദ്ധതിയാണെന്ത്? കിനാവ് പദ്ധതി. ഇതിലെ മേഖലകൾ നോക്കിയാൽ സിനിമ, ഗ്രാഫിക്സ്, ഷോർട്ട് ഫിലിം, ഹ്രസ്വ ചിത്രമൊക്കെയാണ് കിനാവ് പദ്ധതിയിലേക്ക് ഉൾപ്പെടുന്നത്. അപ്പോൾ ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾക്ക് ദൃശ്യ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ തുറന്നിടാൻ സഹായിക്കുന്ന പദ്ധതി കിനാവ് പദ്ധതി. ഓക്കെ, ട്രെൻഡ്. എന്താണ് ഈ ട്രെൻഡ്? അധ്യാപകർക്ക് ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഈ പറയുന്ന ട്രെൻഡ് എന്ന് പറയുന്ന പദ്ധതി. ട്രെൻഡ് എന്ന് പറയുന്ന ട്രെൻഡിൻ്റെ ഫുൾ ഫോം ടീച്ച് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നുള്ളതാണ്. ടീച്ച് റെഡി എഡ്യൂക്കേറ്റേഴ്സ് നെറ്റ്വർക്ക് ഇൻ ഡിസ്ട്രിക്ട്സ് എന്നുള്ളതാണ് ട്രെൻഡിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അധ്യാപകർക്ക് ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതി ട്രെൻഡ് പദ്ധതി.
ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലേക്ക് എത്തിക്കാനായിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് പഠിപ്പുറസി എന്നാണ്. പഠിപ്പുറസി പദ്ധതി. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പഠനത്തിൻ്റെ രുചി എന്നാണ്. പഠിപ്പുറസി പദ്ധതിയുടെ അർത്ഥം പഠനത്തിൻ്റെ രുചി എന്നാണ്. ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾക്കായിട്ട് മുതുവൻ ഭാഷയിൽ ആരംഭിച്ച പദ്ധതിയാണെന്ത്? പഠിപ്പുറസി പദ്ധതി. ആദിവാസി കുട്ടികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിലേക്ക് എത്തിക്കാനായിട്ട് സമഗ്ര ശിക്ഷാ കേരളം, ഓർത്തുവെക്കുക, സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പഠിപ്പുറസി പദ്ധതി. ഓർത്തുവെക്കുക. ഓക്കെ. സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താനായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മാ പദ്ധതി. സമഗ്ര ഗുണമേന്മാ പദ്ധതി. ഇതിൻ്റെ ലക്ഷ്യം വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. ഓക്കെ. വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്താനായിട്ട് സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താനൊക്കെയായിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണെന്ത്? സമഗ്ര ഗുണമേന്മാ പദ്ധതി. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സഹയാത്രിക. സഹയാത്രിക. ഇത് നടപ്പിലാക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തും കേരള പോലീസും ചേർന്നാണ്. നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനായിട്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തും പോലീസും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി സഹയാത്രിക പദ്ധതി. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പുതിയ സംരംഭത്തിൻ്റെ പേരാണ് ഏബിൾ പോയിന്റ്. ഏബിൾ പോയിന്റ്. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന പുതിയ സംരംഭം ഏബിൾ പോയിന്റ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടവും ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് നെല്ലിക്ക എന്നുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരായിട്ട് മലപ്പുറം ജില്ലാ ഭരണകൂടം അതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് എന്ത്? നെല്ലിക്ക എന്ന് പറയുന്നത്. ഇനി തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കതിരണി പദ്ധതി. കതിരണി പദ്ധതി. എന്താണ്? തരിശു നിലങ്ങളെ കാർഷിക യോഗ്യമാക്കാനായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതി കതിരണി പദ്ധതി. ആരംഭിച്ച വർഷം 2022. 200 ഹെക്ടറിലധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കിയ വിജയകരമായ പദ്ധതിയായിരുന്നു കതിരണി പദ്ധതി. കതിരണി പദ്ധതി 200 ഹെക്ടറിലധികം തരിശുഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കാൻ എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് റോഷ്നി പദ്ധതി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും മലയാള ഭാഷാ പഠനവും ഉറപ്പാക്കാനായിട്ട് എറണാകുളം ജില്ലയിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് റോഷ്നി പദ്ധതി. അങ്ങനെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ പഠിച്ചത്. വരാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.